നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അമ്മാളം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനം ആചരിച്ചു. സാഹിത്യകാരനും ഓടക്കുഴൽ അവാർഡ് ജേതാവുമായ കെ അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. മഴ വ്യാപിച്ചതോടെ വെള്ളമുയർന്ന സാഹചര്യത്തിൽ മേഖലയിൽ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ താൽക്കാലിക ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു. ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂൾ പടിഞ്ഞാട്ടുമുറി, ഗവൺമെന്റ് ചേർപ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലാണ് ക്യാമ്പ് ആരംഭിച്ചത്. തൃപ്രയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക്കിലെ പുതിയ വജ്ര ജൂബിലി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. തുടർച്ചയായ മഴയിൽ ചേനത്ത് വീട് തകർന്നു വീണു. ചേനം പടിഞ്ഞാറേപ്പുറയ്ക്കൽ ബിന്ദുവിന്റെ വീടാണ് ഭാഗികമായി തകർന്നു വീണത്. വാർത്തകൾ വിശദമായി. അമ്മാളം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനം ആചരിച്ചു. സാഹിത്യകാരനും ഓടക്കുഴൽ അവാർഡ് ജേതാവുമായ കെ അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. പിന്നെ ഇവിടെ ഒരുപാട് കുളങ്ങളുണ്ടായിരുന്നു, ചാലുകളുണ്ടായിരുന്നു, അതൊക്കെ പോയിട്ടുണ്ട്. അതിന് മോളെ കൂടിയാണ് പോകുന്നത്. ഇവിടുത്തെ പുല്ലും പുൽച്ചാടി മരങ്ങൾ ഇതൊക്കെ തന്നെ എൻ്റെ മനസ്സിൽ ഇന്നുമുണ്ട്. ആ ഓർമ്മയാണ് ഏതൊരു എഴുത്തുകാരും 2 വയസ്സ് മുതലുള്ള ഓർമ്മ എനിക്കുണ്ട്. എൻ്റെ ജീവിതത്തിലെ 2 വയസ്സ് മുതലുള്ള ഓർമ്മ എനിക്കുണ്ട്. ഞാൻ ഇംഗ്ലീഷ് സ്കൂളാണ് പഠിച്ചത്. അന്ന് ഒരു ദാരിദ്ര്യം സ്കൂളാണ്. ഈ അമ്മാളം സ്കൂൾ വളരെ ദരിദ്രമായ സ്കൂളായിരുന്നു. ഒരു ടോയ്ലറ്റ് പോലുമില്ല. അന്ന് ഭക്ഷണം കഴിക്കുന്നതിന് കഴിയില്ല, വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല. അങ്ങനെയൊക്കെയുള്ളൊരു കാലത്താണ് നമ്മളൊക്കെ ഉണ്ടായത്, അത് ജീവിച്ചു പോകുന്നത്. അപ്പോൾ നമ്മൾ ഓരോ എന്നെപ്പോലുള്ള ആൾക്കാർ ഇത്തരം കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ പ്രകൃതി മുഴുവൻ എനിക്ക് സ്വാഗതമാണ്. ഈ പ്രകൃതിയാണ് 2 വയസ്സ് മുതലുള്ള എൻ്റെ ഓർമ്മകളാണ്. 15 വയസ്സ് വരെ അല്ലെങ്കിൽ 16 വയസ്സ് വരെ ഉള്ള ഓർമ്മകളാണ് എന്നെ എഴുത്തുകാരനാക്കിയത്. എനിക്കെല്ലാം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും എനിക്ക് വളരെ ബോധത്തോടു കൂടി അറിയാൻ പറ്റും. എന്ത് പറയുമ്പോഴും ഇവിടുത്തെ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ മനുഷ്യരൊക്കെ ഞാൻ വളരെ ഏകാഗ്രയായിട്ട് ഒരു കുട്ടിയായിരുന്നു. ഞാൻ അധികം ആരോടും സംസാരിക്കാതെ നടന്നു പോകുന്ന ഒരാളായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നും മനസ്സിലാവില്ല. കുറേ കാലം കഴിഞ്ഞതിന് ശേഷമായിട്ട് നിങ്ങൾക്ക് ഓർമ്മ വരിക. നിങ്ങളാക്കുന്നത് ഈ മണ്ണാണ്, ഇവിടുത്തെ പ്രകൃതിയാണ്, ഇവിടുത്തെ മേഘങ്ങളാണ്, ഇവിടുത്തെ വെള്ളം, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളുമാണ് നിങ്ങളെ ഇങ്ങനെ ആക്കി മാറ്റുന്നതിൽ വളരെ പ്രധാനമായിട്ടുള്ള പങ്കുണ്ട്. PTA പ്രസിഡന്റ് ഡെന്നസ് പെല്ലിശ്ശേരി ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു. ഈ മാസം നമ്മെ സംബന്ധിച്ച് ഒരുപാട് ആചരണങ്ങളുടെ മാസമാണ്. കഴിഞ്ഞ ജൂൺ 5 നമ്മൾ പരിസ്ഥിതിദിനം ആഘോഷിച്ചു. ഈ അടുത്ത ആഴ്ച ജൂൺ 26 അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനമാണ്. ഓരോ ദിനങ്ങളും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഓരോ ദിനങ്ങളും അതിന് ഏറ്റവും അനുയോജ്യമായ വ്യക്തികൾ തന്നെ നമുക്ക് അതിൻ്റെ ഉദ്ഘാടകരായി കിട്ടാറുണ്ടെന്നതാണ്. ഈ അരവിന്ദ് സാറിനെ നമ്മുടെ ഈ പ്രോഗ്രാമിനെ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ശ്രീ PN പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 നമ്മൾ എല്ലാ വർഷവും വായന ദിനമായി ആചരിക്കുന്നത്. അദ്ദേഹത്തിന്റെ 1ാം ചരമവാർഷികമായ 1996 ജൂൺ 19 മുതലാണ് കേരള സർക്കാർ ഇത് ആചരിച്ചു തുടങ്ങിയത്. അതിനുശേഷം 2017 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനപ്രകാരം ഇന്ത്യ മുഴുവൻ
ഇന്ന് വായനാ ദിനമായി ആചരിക്കുന്നു. വായനാ വാരാചരണത്തിന്റെ ഭാഗമായുള്ള അക്ഷരസാഗരം പുസ്തക ലൈബ്രറിയുടെ ഉദ്ഘാടനം നടന്നു. ചടങ്ങിൽ വിദ്യാർത്ഥികളിൽ വായന പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി UP ഹൈസ്കൂൾ വേർതിരിവില്ലാതെ നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സ്കൂൾ പ്രധാന അധ്യാപകൻ CM ജോഷി, പ്രോഗ്രാം കൺവീനർ ലിസി ജോസഫ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറി. മഴ വ്യാപിച്ചതോടെ വെള്ളം ഉയർന്ന സാഹചര്യത്തിൽ മേഖലയിൽ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ താൽക്കാലിക ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു. ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂൾ പടിഞ്ഞാട്ടുമുറി, ഗവൺമെന്റ് ചേർപ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലാണ് ക്യാമ്പ് ആരംഭിച്ചത്. ചേർപ്പ് മേഖലയിലെ മുത്തുള്ളിയാൽ, തോപ്പ്, പൊട്ടിച്ചിറ, പണ്ടാരച്ചിറ എന്നീ മേഖലകളിലായി 119 കുടുംബങ്ങളാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. പടിഞ്ഞാറ്റുമുറി ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂളിൽ 41 കുടുംബങ്ങളും ചേർപ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 78 കുടുംബങ്ങളുമാണ് കഴിയുന്നത്. മേഖലയിലെ പല കുടുംബങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നും കണക്കുകൾ കൂടാൻ സാധ്യതയുണ്ടെന്നും ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ രണ്ടാമത്തെ ക്യാമ്പാണ് GVHSൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. GGB സ്കൂളിലെ ക്യാമ്പിൽ 41 ഫാമിലിയും 121 അംഗങ്ങളാണ് ഉള്ളത്. അവിടെ സ്ഥലമില്ലാത്തതിൻ്റെ സാഹചര്യത്തിലാണ് GVHSൽ ഇപ്പോൾ ഇന്നലെ മുതൽ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ 78 കുടുംബങ്ങളും 218 അംഗങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. വീണ്ടും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കമാൻഡ് മുഖത്തെ പ്രശ്നം തന്നെയാണ് കാരണം. അത് പുഴയിൽ നിന്ന് വെള്ളം കടക്കും തോറും ഇനി വീണ്ടും കുടുംബങ്ങൾ കൂടുതൽ കയറി വരാനാണ് സാധ്യത. അതിനനുസരിച്ച് ഇപ്പോൾ മറ്റു സ്കൂളുകളെയും കൂടി പരിഗണിക്കേണ്ട സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളത്. കമാൻഡോ മുഖത്ത് നിർമ്മിച്ച താൽക്കാലിക ബണ്ട് തകർന്നത് പുഴ കവിഞ്ഞ് വെള്ളം ജനവാസ കേന്ദ്രത്തിലേക്ക് ഒഴുകുന്നതിന് കാരണമായെന്നും അവർ കൂട്ടിച്ചേർത്തു. തൃപ്രയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക്കിലെ പുതിയ വജ്ര ജൂബിലി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഈ സ്ഥാപനം വളരെ ശ്ലാഘനീയമായ രീതിയിൽ നമ്മുടെ തീരദേശ മേഖലയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള അതിസാധാരണക്കാരായ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് പുത്തൻ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും ചെറിയ ചലനങ്ങൾ കൂടി ഉൾക്കൊള്ളാൻ സഹായകരമായ വിധത്തിൽ മികച്ച ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ ഒരുക്കുന്നു എന്നുള്ളത് നമുക്ക് ഏവർക്കും അഭിമാനകരമായ കാര്യമാണ്. നമ്മുടെ ജില്ലയിലെ ആദ്യം ആരംഭിച്ച പോളിടെക്നിക് കലാലയങ്ങളിൽ ഒന്നാണ് ശ്രീരാമ പോളിടെക്നിക്. ഐക്യകേരള പിറവിക്ക് ശേഷം ആദ്യം അധികാരത്തിൽ വന്ന EMSന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരു സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് രൂപീകരിക്കാൻ തയ്യാറാവുകയും കൂടുതൽ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ അനിവാര്യമാണ് എന്ന് കണ്ടുകൊണ്ട് ആയവയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. അത്തരത്തിൽ 1958 ആദ്യ മന്ത്രിസഭ രൂപീകൃതമായി തൊട്ട് അടുത്ത വർഷം പോളിടെക്നിക്കായി ജന്മമെടുത്ത കലാലയമാണ് ഇത്. നാട്ടിക MLA CC മുകുന്ദൻ ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു. വളരെയേറെ മെച്ചപ്പെട്ട ആരോഗ്യപരമായ ചില മാറ്റങ്ങൾ നമ്മുടെ മണ്ഡലത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഭാഗം, പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ പോളിടെക്നിക്കൽ കോളേജിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുള്ളത്. അതിനകത്തെ ഒരു പ്രത്യേകത നമ്മൾ ഏറ്റവും പറയേണ്ട ഏറ്റവും മർമ്മപ്രധാന വിഷയം പഴയകാലത്ത് ചരിത്രമുള്ള നമ്മുടെ നാട്യ മേഖല. എപ്പോഴും ഈ പ്രദേശത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ സർദാറിൻ്റെ ഓർമ്മ മനസ്സിൽ എപ്പോഴും വരാറുണ്ട്. അങ്ങനെയുള്ള ഈ പ്രദേശത്ത് നമ്മുടെ സർക്കാരിൻ്റെ വികസന പദ്ധതികൾ ആമുഖമായ ചില പ്രവർത്തന രംഗത്ത് മാതൃക കാട്ടുന്നതിന് വേണ്ടി സഹായിച്ച നമ്മുടെ കേരള സർക്കാരിൻ്റെ പ്രവർത്തനം
നമ്മൾ എന്തുകൊണ്ടും മാതൃകപരമായ മാറ്റങ്ങളിലേക്ക് തുടക്കം കുറിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഇന്നുള്ളത്. 10 കോടിയോളം തുക ചിലവാക്കി നിർമ്മിച്ച പുതിയ വജ്ര ജൂബിലി കെട്ടിടം കോളേജിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും പുതിയ കോഴ്സുകൾ ആരംഭിക്കുന്നതിനും മുതൽക്കൂട്ടായിരിക്കുമെന്ന് മന്ത്രി സൂചിപ്പിച്ചു. ചടങ്ങിൽ കഴിഞ്ഞ വർഷം ദേശീയ അക്രഡിറ്റേഷൻ സമിതിയുടെ അംഗീകാരം ലഭിച്ച വകുപ്പ് തലവന്മാരെയും മറ്റ് ജീവനക്കാരെയും അനുമോദിച്ചു. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് സീനിയർ ജോയിന്റ് ഡയറക്ടർ ആനി എബ്രഹാം, തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, മെമ്പർമാരായ മഞ്ജുള അരുണൻ, ജൂബി പ്രദീപ്, മണികണ്ഠൻ CS, ഗ്രീഷ്മ സുഗിലേഷ്, CPIM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, CPI നാട്ടിക ഏരിയ സെക്രട്ടറി KM കിഷോർ കുമാർ, INC നാട്ടിക മണ്ഡലം പ്രസിഡന്റ് സിദ്ദിഖ് PM, BJP നാട്ടിക മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ്, IUML നാട്ടിക മണ്ഡലം പ്രസിഡന്റ് ഷൗക്കത്ത് അലി KA, NCP ജില്ലാ സെക്രട്ടറി UK ഗോപാലൻ, കേരള കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് MK വത്സൻ, ജനതാദൾ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷൺമുഖൻ വടക്കുംപറമ്പിൽ, പ്രിൻസിപ്പൽ ഇൻചാർജ് ബാബുരാജ് TS, അധ്യാപക രക്ഷാകർതൃ സമിതി വൈസ് പ്രസിഡന്റ് ദേവി പ്രസാദ് TN, പൂർവ്വ വിദ്യാർത്ഥി സംഘടന സെക്രട്ടറി പവിത്രൻ ഇയാനി, വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധി ഷാദിൽ KI എന്നിവർ സംസാരിച്ചു. തുടർച്ചയായ മഴയിൽ ചേനത്ത് വീട് തകർന്നു വീണു. ചേനം പടിഞ്ഞാറേപ്പുറയ്ക്കൽ ബിന്ദുവിന്റെ വീടാണ് ഭാഗികമായി തകർന്നു വീണത്. വ്യാഴാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. വീട്ടിൽ ബിന്ദുവും വിദ്യാർത്ഥികളായ 2 മക്കളുമാണ് താമസിച്ചിരുന്നത്. അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല. കേരള സർക്കാരും കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ വായനാ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനതല വായന പക്ഷാചരണം സംഘടിപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. വായന അവരുടെ വ്യക്തിത്വത്തെ സ്ഫുടം ചെയ്തെടുക്കുന്നതിന് എത്രമാത്രം സഹായകരമാകുമെന്ന് കുട്ടികളോട് പറയാനും അവരെ ആ വഴിയിലൂടെ ആനയിക്കാനും നമുക്ക് ലഭിക്കുന്ന അവസരമാണ് വായനാ പക്ഷാചരണം. വന്യവാസനകളും ഹിംസാത്മകമായ ചിന്തകളുമെല്ലാം സ്ഫുടം ചെയ്തെടുത്തുകൊണ്ട് സാംസ്കാരികമായ ഔന്നത്യത്തിലേക്ക് ഒരാളെ നയിക്കാൻ വായനയോളം കഴിയുന്ന മറ്റൊരു പ്രക്രിയയുമില്ല എന്നുള്ളതാണ്. കേരളത്തിൻ്റെ ബൗദ്ധിക അന്തരീക്ഷത്തെ രൂപപ്പെടുത്തുന്നതിന് ഗ്രന്ഥശാല പ്രസ്ഥാനം സമാനതകളില്ലാത്ത വിധത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ലോകത്തെങ്ങുമില്ലാത്ത വിധത്തിൽ സാർവത്രിക സാക്ഷരതയ്ക്ക് വേണ്ടി സംഘടിതമായ പ്രവർത്തനം നാം നടത്തിയപ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ജനകീയ സാക്ഷരതാ പ്രസ്ഥാനത്തിൻ്റെ ഉത്തോലകമായി പ്രവർത്തിച്ചത് കേരളത്തിലെ ഗ്രന്ഥശാലകളാണ്. മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മർമ്മപ്രധാന മേഖലകളെയും വലിയ രീതിയിൽ സ്വാധീനിക്കാൻ കഴിവുള്ള വിധത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരുപക്ഷെ രാക്ഷസീയം എന്ന് തന്നെ വിളിക്കാവുന്ന വിധത്തിൽ വലുതാവുകയാണ്. ശാസ്ത്രം ശിക്ഷകനോ രക്ഷകനോ എന്നുള്ള ഒരു ചോദ്യം മുമ്പുണ്ട്. രക്ഷകൻ ആകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KV കുഞ്ഞികൃഷ്ണൻ ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു. സുനിൽ P. ഇളയിടം, അശോകൻ ചെരുവിൽ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തി. MLA മുരളി പെരുന്നെല്ലി വായനാദിന സന്ദേശം നൽകി. TK വാസു, പൊതുവിദ്യാഭ്യാസ വകുപ്പ് DD ചാർജ് രോഹിത് അന്തകുമാർ KAS, പബ്ലിക് റിലേഷൻ ഡിസ്ട്രിക്ട് ഓഫീസർ PK വേലായുധൻ, സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം തങ്കം, ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി VK ഹാരി ഫാബി എന്നിവർ സംസാരിച്ചു. പള്ളിപ്പുറം ആലപ്പാട് റോഡിലൂടെയുള്ള ഗതാഗതം താൽക്കാലികമായി PWD നിർത്തിവെച്ചു. തുടർച്ചയായ മഴയിൽ പാടശേഖരങ്ങളിൽ ഉയർന്ന വെള്ളക്കെട്ട് മൂലം റോഡിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്നാണ് ഗതാഗതം നിരോധിച്ചത്. ഊരകം ALP സ്കൂളിൽ പൊതുമുതൽ സംരക്ഷണത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ K. കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിറ്റി വിമൺ ഫെസിലിറ്റേറ്റർ സുഷ്മി മുഖ്യ അതിഥിയായി പങ്കെടുത്തു. PTA പ്രസിഡന്റ് രാകേഷ് ഉണ്ണിയാമ്പുറം, പ്രധാന അധ്യാപിക ജിനി തുടങ്ങിയവർ നേതൃത്വം നൽകി.
തുടർന്ന് കുട്ടികൾക്കായി പൊതുമുതൽ സംരക്ഷണത്തിനെക്കുറിച്ചും ഉപയോഗത്തിനെക്കുറിച്ചും ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. നമുക്കറിയാം, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനുണ്ട്, അമ്മയുണ്ട്, അടങ്ങുന്ന ഒരു കുടുംബാണല്ലേ? ചേച്ചിയും ചേട്ടനൊക്കെ ഉള്ള ഒരു വലിയ കുടുംബമാണ്. അവിടെ നിന്നാണ് നിങ്ങൾ എവിടേക്ക് വന്നിരിക്കുന്നത്? സ്കൂളിലേക്ക് വന്നിരിക്കുന്നത്. വീടെന്താണ്? സ്വർഗാണല്ലേ? ശരിയാണ്, വീട് സ്വർഗം തന്നെയാണ്. അപ്പൊ സ്കൂൾ എന്താണ്? സ്കൂളിൽ പഠിക്കുന്ന ഒരു സ്ഥാപനമാണല്ലേ? അല്ലേ? സ്ഥാപനമാണ് എന്ത്? സ്കൂള്. അതുപോലെ എന്തൊക്കെ സ്ഥാപനങ്ങളുണ്ട്? പോലീസ് സ്റ്റേഷൻ. നമ്മുടെ അസുഖങ്ങൾ വന്നാൽ നമ്മൾ എവിടേക്കാ പോവാ? പിന്നെ കളക്ടറുടെ സ്ഥലം ഉണ്ടല്ലോ, അവിടെ കളക്ടറേറ്റ് ഉണ്ട്. ഇപ്പൊ അവധി പ്രഖ്യാപിക്കണമെന്നുണ്ട് കളക്ടർ നന്നായിട്ട് അറിയാം അല്ലേ? പിന്നെ എവിടേക്കാ നമ്മള് കടയിൽ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയില്ലേ? മാർപ്പിച്ച്. പിന്നെ എന്തൊക്കെയാ? നമ്മുടെ പൈസയൊക്കെ എടുക്കാൻ എവിടേക്കാ പോവാ? ATM കൗണ്ടറുകളില്, ബാങ്കുകളിലൊക്കെ പോകും. അപ്പൊ ഇതൊക്കെ എന്താണ്? അമ്മയച്ഛനൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെയാണ് എന്ത് പറയുന്നത്? സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ചേർപ്പ് CNN GLP സ്കൂളിൽ വായനാ ദിനാഘോഷം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. സാഹിത്യ സാംസ്കാരിക പ്രവർത്തകൻ ഉണ്ണികൃഷ്ണൻ കിഴുത്താണി ഉദ്ഘാടനം നിർവഹിച്ചു. മൂത്തേടത്ത് അദ്ദേഹത്തിന് ഈ പ്രാവശ്യത്തെ കേന്ദ്ര ബാലസാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യത്തിനുള്ള അവാർഡ് ലഭിച്ചത് നിങ്ങളോടൊപ്പം ഞാനും സന്തോഷിക്കുന്നു. ഇത് തന്നെ സമൂഹത്തിന് വലിയൊരു പാഠമാണ്. ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ട രാജീവ് മാസ്റ്റർ പറഞ്ഞ മാതിരി എളിയ ചിന്തയും ഉയർന്ന ജീവിത ഇതും നമുക്ക് വരുന്നത് ഉത്തമ ഗ്രന്ഥ പാരായണത്തിലൂടെയാണ്. അതിന് ഈ പ്രായത്തിൽ തന്നെ നാം സന്നദ്ധരാകണം, സജ്ജരാകണം എന്നതിൻ്റെ തെളിവാണ് എൻ്റെ മുന്നിലിരിക്കുന്ന പിഞ്ചു മക്കൾ. എൻ്റെ മക്കളേക്കാളും പ്രായം കുറഞ്ഞവരാണ് മിക്കവാറും കുട്ടികൾ. അതുകൊണ്ട് തന്നെ വൈലോപ്പിള്ളി പറഞ്ഞ പോലെ ദൈവജ്ഞനല്ലോ നിങ്ങൾ എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുന്നിൽ ഞാൻ കൈകൊടുക്കുന്നു. സത്യം പറയാൻ മടിയില്ലാത്ത, അതായത് രാജാവ് തുണി കൊടുത്തിട്ടില്ല എന്ന് പറയാൻ ധൈര്യം കാണിച്ച സമൂഹത്തിൽ വളർത്തിയെടുക്കേണ്ട ബാധ്യത നിങ്ങളുടേതാണെന്ന് ഞാൻ ആനുഷ്ഠികമായിട്ട് കൂടി സൂചിപ്പിക്കുന്നു. സ്കൂൾ പ്രധാന അധ്യാപകൻ AR രാജീവ് കുമാർ ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു. അറിവ് ആവശ്യമാണ്, അതിൽ തർക്കമില്ല. ശരിയായ അറിവ് ലഭിക്കുന്നതിന് വായനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. പലപ്പോഴും നമ്മൾ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അങ്ങനെ പറയാറില്ല. പക്ഷേ ചില കാര്യങ്ങളിൽ നമുക്കത് പറയുന്നത് നല്ലതായിരിക്കും എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. മാഷിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത്. ഇപ്പോഴും അങ്ങനെ ഒരു വലിയ ഉന്നതിയിലെത്തിയെന്നൊരു വിശ്വാസം കൊണ്ടല്ല, പക്ഷേ തോന്നുന്നു ജീവിതം സാർത്ഥകമാണ്. കാരണം നമ്മുടെ ഈ മനുഷ്യായുസ്സിൽ ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ കുറച്ചൊക്കെ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ള വിശ്വാസം, അതിലേക്ക് എത്താനുള്ള അറിവ് ലഭിച്ചത് വായനയിലൂടെ തന്നെയാണ്, അതിന് തർക്കമില്ല. മാഷ് വിവേകാനന്ദ സ്വാമികളുടെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വലിയ താല്പര്യമായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ചും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് കൂടിയ സമയവും വിവേകാനന്ദ സാഹിത്യം വായിക്കാനുള്ളൊരു അവസരം ലഭിച്ചിട്ടുണ്ട്. ചടങ്ങിൽ AK സുസ്മിത പുസ്തക പരിചയം നടത്തി. കുമാരി നിവേദ P വായനാ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വി ചിത്ര, ധ്വനി S എന്നിവർ നേതൃത്വം നൽകി. മികച്ച വായനക്കാരിയെ തിരഞ്ഞെടുക്കൽ, വായനക്കാർഡ് നിർമ്മാണം, പുസ്തക സമർപ്പണം, കവിതോത്സവം, കഥോത്സവം, വായനാമൂല ഒരുക്കൽ, ക്വിസ് മത്സരം തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടികൾ വായനാ വാരാചരണത്തിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ നടത്തുമെന്ന് പ്രധാന അധ്യാപകൻ പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറി. ബൗദ്ധിക വെല്ലുവിളി നേരിടുന്ന ഭിന്നശേഷിയുള്ളവരുടെ സൗജന്യ പരിശീലന കേന്ദ്രത്തെ വെങ്ങിണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ PN പണിക്കർ അനുസ്മരണം സംഘടിപ്പിച്ചു. അഡാപ്റ്റ് സൊസൈറ്റി പ്രസിഡന്റ് AV സണ്ണി, അധ്യാപകരായ ബിന്ദു കിഷോർ, ഹരിത അനൂപ്, മെമിത ബെന്നി, സുജാത സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് ഊർജവും ഓജസ്സും നൽകിയ ശ്രീ PN പണിക്കർ സാറിൻ്റെ
ജന്മദിനമാണ് ഇന്ന്. ഈ ദിവസമാണ് കേരളത്തിലെല്ലായിടത്തും വായനാ ദിനമായി ആചരിക്കുന്നത്. അഡാപ്റ്റ് സൊസൈറ്റിയുടെ ഈ സൗജന്യ പരിശീലന കേന്ദ്രത്തിൽ ഇന്ന് നമ്മളും ശ്രീ PN പണിക്കരെ ഓർക്കുകയാണ്. തൃപ്രയാർ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൽ മൺസൂൺ NRI ഫെസ്റ്റ് ആരംഭിച്ചു. NRI ഫെസ്റ്റിനോടനുബന്ധിച്ച് ആന്റിക്, ചെട്ടിനാട്, നഗാസ്, കുവൈറ്റി എന്നീ കളക്ഷനുകൾ സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലഭിക്കുന്നു. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. കൂടാതെ ഏറ്റവും പുതിയ കളക്ഷൻ ഡയമണ്ട് 18 കാരറ്റ് കളക്ഷനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൽ ഒരുക്കിയിരിക്കുന്നു. ഈ സുവർണ അവസരത്തിലേക്ക് ഇഷാരയുടെ എല്ലാ കസ്റ്റമേഴ്സിനെയും NRI ഫെസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനായി PRO ഉബൈദ്, ഷോപ്പ് മാനേജർ ജിൻസൺ മംഗലം എന്നിവർ പറഞ്ഞു. ഇഷാര ഗോൾഡിൻ്റെ NRI ഫെസ്റ്റോടനുബന്ധിച്ചുകൊണ്ട് ആൻറ്റിക്ക്, ചെട്ടിനാട്, നഗാസ് എന്നീ കളക്ഷനുകൾ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി നിങ്ങൾക്ക് ലഭിക്കുന്നു. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ കസ്റ്റമേഴ്സും ഈ ഓഫറിനെ ഉപയോഗപ്പെടുത്തുക. എല്ലാ കസ്റ്റമേഴ്സിനെയും ഹൃദയപൂർവ്വം ഞങ്ങളുടെ ഈ NRI ഫെസ്റ്റിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തു. ചേർപ്പ് CNN ബോയ്സ് സ്കൂളിൽ വായനാ വാരാചരണം സംഘടിപ്പിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് ശ്രീജിത്ത് മൂത്തേടത്ത് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ശ്രീ മണികണ്ഠൻ കിഴക്കൂട്ട് അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികളായ സായന്ത് TS, നവനീത് കൃഷ്ണ എന്നിവർ വായനാ ദിന പ്രസംഗവും പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു. ചടങ്ങിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ശ്രീജിത്ത് മൂത്തേടത്തിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഹെഡ്മിസ്ട്രസ് PM രജനി, PTA വൈസ് പ്രസിഡന്റ് ഹരികുമാർ ഭട്ടത്തിരിപ്പാട്, അധ്യാപിക സുഭദ്ര C എന്നിവർ സംസാരിച്ചു. ചേർപ്പ് പൂത്തറയ്ക്കൽ സെന്റ് റോക്കീസ് LP സ്കൂളിൽ വായനാ ദിനം ആചരിച്ചു. എഴുത്തുകാരി അജിത രാജൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഗ്രന്ഥശാല പ്രചാരകൻ PN പണിക്കരെ അനുസ്മരിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ ജോസ്മി റോസ്, മാധ്യമപ്രവർത്തകൻ KB പ്രമോദ്, മീന നിക്കോളാസ്, മേഘ ഔസേപ്പ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുസ്തക പരിചയം, കഥ പറച്ചിൽ, വായനാ ദിന സന്ദേശ പ്രതിജ്ഞ എന്നിവ നടന്നു. അമ്മാടം GLP സ്കൂളിൽ വായനാ ദിനം ആചരിച്ചു. കോടന്നൂർ ഗ്രാമീണ വായനശാല സെക്രട്ടറി ഉദയൻ വായനാ ദിനം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് റോസ്മേരി അധ്യക്ഷത വഹിച്ചു. വായനാ വാരത്തോടനുബന്ധിച്ച് പോസ്റ്റർ നിർമ്മാണ മത്സരം, ക്ലാസ് തല വായനാ മത്സരം, ക്വിസ് മത്സരം, പ്രസംഗ മത്സരം, കുഞ്ഞുണ്ണി കവിതകളുടെ അവതരണം, ചുമർ പത്രിക, ക്ലാസ് ലൈബ്രറി, വീട്ടിലൊരു വായനക്കൂട്, അമ്മ വായന തുടങ്ങിയ പ്രവർത്തനങ്ങളും നടന്നു. ആറാട്ടുപുഴ ശ്രീശാസ്ത ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ജൂൺ 24 മുതൽ 27 വരെ ദിവസങ്ങളിൽ നടക്കും. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന 23ാമത് സംഗീതോത്സവത്തിന്റെ ഉദ്ഘാടനം ജൂൺ 24-ന് വൈകുന്നേരം 6 മണിക്ക് പ്രശസ്ത കർണാടക സംഗീതജ്ഞനും വീണ വിദ്വാനുമായ ആനന്ദ പത്മനാഭൻ ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ SSLC, +2 വിഭാഗങ്ങളിൽ ഫുൾ A+ നേടിയവർക്കും ഡിഗ്രി വിഭാഗത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ഉപഹാരങ്ങൾ നൽകി ആദരിക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ ഉപഹാരങ്ങൾ വിതരണം ചെയ്യും. ഈ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം ശ്രീജിത്ത് മുത്തേടത്തിന് ലഭിച്ചു. പെൻഗ്വിനുകളുടെ വൻകരയിൽ എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം. കേശവൻ വെള്ളിക്കുളങ്ങര സ്മാരക ബാലസാഹിത്യ പുരസ്കാരത്തിനും അമ്പലക്കര C. രവീന്ദ്രൻ മാസ്റ്ററുടെ സ്മരണാർത്ഥം സരോവരം ബുക്സ് ഏർപ്പെടുത്തിയ ബാലസാഹിത്യ പുരസ്കാരത്തിനും പെൻഗ്വിനുകളുടെ വൻകരയിൽ അർഹമായിരുന്നു. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അവാർഡിന് അർഹമായ പെൻഗ്വിനുകളുടെ വൻകരയിൽ എന്ന കൃതിയുടെ പ്രസാധകർ. നോവലിസ്റ്റും ചെറുകഥാകൃത്തും ബാലസാഹിത്യകാരനുമായ ശ്രീജിത്ത് മുത്തേടത്ത് തൃശൂർ ജില്ലയിലെ ചേർപ്പ് CNN ഗേൾസ് ഹൈസ്കൂൾ അധ്യാപകനാണ്. തപസ്യ കലാസാഹിത്യവേദിയുടെ സംസ്ഥാന സമിതി അംഗവും തൃശൂർ ജില്ലാ മുൻ അധ്യക്ഷനുമാണ്. പാലറ്റ്, നയൻമുനി, നിണവഴിയിലെ നിഴലുകൾ, ആഫ്രിക്കൻ തുമ്പികൾ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. നോവൽ, കഥ, ബാലസാഹിത്യം, വൈജ്ഞാനിക സാഹിത്യം എന്നീ മേഖലകളിലായി 15ഓളം പുസ്തകങ്ങൾ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. പഴുവിൽ സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 പ്രവേശനോത്സവം
വരവേൽപ്പ് 2025 സംഘടിപ്പിച്ചു. നാട്ടിക നിയോജക മണ്ഡലം MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ റവറൽ ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ സിനിമ ആർട്ടിസ്റ്റ് പയസ് പോൾസി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും മോട്ടിവേഷൻ ക്ലാസ് നൽകി. NSS യൂണിറ്റ് വളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ സംഗീത നൃത്തശില്പം അവതരിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ ജോർജ് KA, PTA പ്രസിഡന്റ് റാഫി കൊമ്പൻ, MPTA പ്രസിഡന്റ് ബത്തൂല, ഹൈസ്കൂൾ പ്രധാന അധ്യാപിക റീമ ടീച്ചർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തൃശൂർ അരിമ്പൂരിൽ കൈപ്പിള്ളി എറവ് റോഡ് നിർമ്മാണ പ്രവർത്തികളുടെ ഭാഗമായുള്ള സ്ലാബുകളും തൂണുകളും കരാറുകാരൻ കടത്തിക്കൊണ്ടു പോകുകയാണെന്ന് ആരോപിച്ച് സാധനങ്ങൾ കൊണ്ടുപോകാനെത്തിയ വാഹനങ്ങളും ഉപകരണങ്ങളും നാട്ടുകാർ തടഞ്ഞുവെച്ചു. അരിമ്പൂർ പഞ്ചായത്തിന്റെ അധീനതയിലുണ്ടായിരുന്ന ഈ റോഡ് ടാർ ചെയ്ത് അടിസ്ഥാന സൗകര്യങ്ങൾ കൂട്ടി നിർമ്മിക്കുന്നതിന് പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജനയിലേക്ക് കൈമാറിയിരുന്നു. 4 കിലോമീറ്ററോളം വരുന്ന കൈപ്പിള്ളി എറവ് റോഡ് നിർമ്മാണം ആരംഭിച്ച് 2 വർഷം പിന്നിട്ടിട്ടും എങ്ങും എത്തിയിട്ടില്ല. റോഡ് നിർമ്മാണം ഏറ്റെടുത്ത കരാറുകാരന് വാട്ടർ അതോറിറ്റി നൽകേണ്ടതായ തുക നൽകിയില്ലെന്ന് പറഞ്ഞ് റോഡ് പണി നിർത്തിവെച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. റോഡ് നിർമ്മാണം നിലച്ച സാഹചര്യത്തിൽ റോഡ് പണി വീണ്ടും മറ്റൊരാളെ ഏൽപ്പിക്കാനായി ശ്രമം നടത്തിയെങ്കിലും കരാറുകാരൻ ഇതിൽ നിന്നും പിൻവാങ്ങാഞ്ഞതാണ് പ്രശ്നമെന്ന് പറയുന്നു. നിരവധി സ്കൂൾ വാഹനങ്ങളടക്കം പോകുന്ന ഈ റോഡുകളെല്ലാം താറുമാറായാണ് കിടക്കുന്നത്. ഇതിനിടയിലാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് കരാറുകാരന്റെ ആളുകളെത്തി റോഡരികിൽ കാനകൾക്ക് മുകളിൽ ഇടാനായി സൂക്ഷിച്ചിരുന്ന വാർത്തുവെച്ച സ്ലാബുകളും തൂണുകളും ടോറസ് ലോറിയിൽ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. ഇത് കണ്ട് നാട്ടുകാർ വാഹനം തടഞ്ഞിടുകയായിരുന്നു. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റും വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും വിവരമറിഞ്ഞ് സ്ഥലത്തെത്തി. റോഡിന്റെ കാര്യത്തിൽ തീരുമാനമാകാതെ വാഹനം വിട്ടുകൊടുക്കില്ല എന്ന നിലപാടിലായിരുന്നു ജനങ്ങൾ. തുടർന്ന് അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി. അരിമ്പൂർ പഞ്ചായത്ത് പ്രതിനിധികളും റോഡ് കരാറുകാരനുമായി CIയുടെ സാന്നിധ്യത്തിൽ ചർച്ച ഫോണിലൂടെ സംസാരിച്ച് അടുത്ത ദിവസം കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാക്കാമെന്ന് ധാരണയായി. CIയുടെ ഉറപ്പിൽ കരാറുകാരന് JCB വിട്ടുകൊടുത്തെങ്കിലും ടോറസ് ലോറി വിട്ടു നൽകിയില്ല. ചേറ്റുവ ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ നീറ്റ് പരീക്ഷയിൽ സംസ്ഥാനത്ത് 3ാം റാങ്ക് നേടിയ KN കൃഷ്ണയെ ഉപഹാരം നൽകി ആദരിച്ചു. ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്ര ഏങ്ങണ്ടിയൂർ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ K. അബ്ദുൾ സമദ്, PK ജലീൽ എന്നിവർ ചേർന്ന് ഉപഹാരം നൽകി ആദരിച്ചു. ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്ര ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് നൌഷാദ് കൊട്ടിലിങ്ങൽ ഷോൾ അണിയിച്ചു. ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്ര കൺവീനർ ES ഹുസൈൻ, കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് KPR പ്രദീപ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് AN ആഷിഖ്, KPR സതീശൻ, തേർചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. വെങ്ങിണിശ്ശേരി കൈലാത്ത് ഗംഗാധരൻ നായർ നിര്യാതനായി. 82 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9265 രൂപ, പവന് 74,120 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അമ്മാളം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനം ആചരിച്ചു. സാഹിത്യകാരനും ഓടക്കുഴൽ അവാർഡ് ജേതാവുമായ K. അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. മഴ വ്യാപിച്ചതോടെ വെള്ളമുയർന്ന സാഹചര്യത്തിൽ മേഖലയിൽ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ താൽക്കാലിക ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു. ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂൾ പടിഞ്ഞാറ്റുമുറി, ഗവൺമെന്റ് ചേർപ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലാണ് ക്യാമ്പ് ആരംഭിച്ചത്. തൃപ്രയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക്കിലെ പുതിയ വജ്ര ജൂബിലി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു.
തുടർച്ചയായ മഴയിൽ ചേനത്ത് വീട് തകർന്നു വീണു. ചേനം പടിഞ്ഞാറേപ്പുറയ്ക്കൽ ബിന്ദുവിന്റെ വീടാണ് ഭാഗികമായി തകർന്നു വീണത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.